ഇഫ്താർ സ്പെഷ്യലായിട്ട് ഞാൻ ഇന്ന് വളരെ ടേസ്റ്റിയായ ഒരു ഫ്രൂട്ട് സലാഡ് റെസിപ്പിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിനകത്ത് ഞാൻ കസ്റ്റാർഡ് പൗഡറൊന്നും ആഡ് ചെയ്തിട്ടില്ല. കസ്റ്റാർഡ് പൗഡർ ഇല്ലെങ്കിലും നമുക്ക് വളരെ ടേസ്റ്റിയായി വളരെ എളുപ്പത്തിൽ നമുക്ക് കയ്യിലുള്ള ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് ഇതുപോലെ എളുപ്പത്തിൽ നമുക്കൊരു ഫ്രൂട്ട് സലാഡ് തയ്യാറാക്കാം. ഇപ്പോൾ ചൂട് സമയമാണ്. കുട്ടികൾക്കൊക്കെ നമുക്ക് ഇതുപോലെ തയ്യാറാക്കി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കൊടുക്കാം. മക്കൾക്കൊക്കെ പൊതുവേ ഫ്രൂട്ട്സ് കഴിക്കാൻ താല്പര്യം കുറവാണ്. പക്ഷേ ഇതുപോലെ നമ്മൾ ഫ്രൂട്ട് സലാഡ് തയ്യാറാക്കി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കൊടുത്താൽ വളരെ ടേസ്റ്റിയായിട്ട് അവർ കഴിക്കും. നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സുകൾ മതി. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നോമ്പ് തുറയ്ക്ക് മാത്രമല്ല, ഇപ്പോൾ ചൂട് സമയമായതുകൊണ്ട് നമുക്ക് ഇതുപോലെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് നമുക്ക് ഹെൽത്തിയായി വലിയവർക്കും കുട്ടികൾക്കുമെല്ലാം കഴിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ കുറച്ച് കസകസ എടുത്ത് ഇതുപോലെ ഒരു ബൗളിൽ വെള്ളമൊഴിച്ച് കുതിരുന്നതിന് വേണ്ടി വെച്ചേക്കാം. പിന്നെ ചവ്വരി, അല്പം ചവ്വരി ഞാൻ എടുത്തിട്ടുണ്ട്. ചവ്വരി വേണ്ടാത്തവർക്ക്, ചവ്വരി ഇല്ലെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം, ഫ്രൂട്ട്സ് മാത്രം മതി. ഈ ചവ്വരി ഒന്ന് തിളച്ച വെള്ളത്തിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഈ ചവ്വരി വേവിച്ചിട്ട് അതിൻ്റെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് തന്നെ ഒന്ന് തണുത്ത വെള്ളത്തിൽ ഒന്ന് കഴുകി മാറ്റി വയ്ക്കണം. ഇതുപോലെ ഒരു മാങ്ങ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് മിക്സിയിലിട്ട് ജ്യൂസ് അടിച്ചെടുക്കണം. ഒരു മാങ്ങ മതി. ഇനി ആവശ്യത്തിന് 1 കപ്പ് പാലൊഴിച്ച് കൊടുക്കണം. പിന്നെ മധുരത്തിലേക്ക് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ജ്യൂസ് അടിച്ചെടുക്കാം. വെള്ളം കൂടി ചേർക്കുന്ന ഈ മാംഗോ ജ്യൂസ് അടിക്കുമ്പോൾ നല്ല കട്ടിയായിരിക്കും. അപ്പോൾ അതൊന്ന് തീരെ കട്ടിയാവാൻ പാടില്ല. അതുകൊണ്ടാണ് നമുക്കിതുപോലെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ജ്യൂസാക്കി എടുക്കാം. ഒരു മാങ്ങ മതി. ഒരു മാങ്ങയിലാണ് ഇത്രയും ജ്യൂസ് അടിച്ചത്. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഫ്രൂട്ട്സുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ആപ്പിൾ ചെറുതായി അരിഞ്ഞു വെച്ചിരുന്ന് അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മാതളം, പിന്നെ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ചവ്വരി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കറുത്ത മുന്തിരി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബദാം ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് വെച്ച് ബദാമും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈന്തപ്പഴവും ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ തണ്ണിമത്തൻ കൂടി ചെറുതായി കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കയ്യിൽ ഏതൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുക്കണം. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഞാൻ ചേർക്കാൻ എടുത്ത പാത്രം ഒന്ന് ചെറുതായിപ്പോയി. ഇനിയിപ്പോൾ ഇതിൽ ഇളക്കിയാൽ ഇതൊക്കെ കളയും. അതുകൊണ്ട് ഈ പാത്രം ഒന്ന് എനിക്ക് മാറ്റി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റിൽ കുതിർത്തി വെച്ചിരുന്ന കസകസയും പിന്നെ കുറച്ചുകൂടി മധുരത്തിലേക്ക് ആവശ്യമായ കുറച്ച് നറുനീണ്ടി സർബത്ത് കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. നേരത്തെ മാംഗോ ജ്യൂസ് അടിച്ചപ്പം പഞ്ചസാര ചേർത്ത് മാങ്ങ എത്തി പുളിപ്പുള്ളതാണ്. അതുകൊണ്ട് കുറച്ചുകൂടി മധുരത്തിനായി നറുനീണ്ടി സർബത്ത് കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അങ്ങനെ വളരെ രുചികരമായ, നമുക്ക് ചൂട് സമയത്തും ഇഫ്താറിന് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ നമുക്കിതുപോലെ തയ്യാറാക്കി കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട് സലാഡാണ്. കസ്റ്റാർഡ് പൗഡർ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സുകൾ വെച്ച് നമുക്കിതുപോലെ തയ്യാറാക്കാം. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കാം. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ഈ ഫ്രൂട്ട് സലാഡ് റെസിപ്പി വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തുടർന്നും ഞാനിടുന്ന വീഡിയോകൾ കാണുന്നതിന് വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.